എറണാകുളം ജില്ലയിൽ ഇടവിട്ട് നേരിയ മഴയൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് പൊതുവിൽ നമുക്ക് കിട്ടുന്ന ഒരു വിവരം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലയിൽ ഇന്ന് അവധിയാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രകാശാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. വിഷ്ണു പ്രകാശ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അവിടെ മഴ? ശക്തമായി ഉണ്ടോ അതോ ഇടവിട്ട് നേരിയ മഴ എന്ന തോതിലാണോ ഇപ്പോൾ? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയൊക്കെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, അത് നഗരഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഇടവിട്ടുള്ള മഴ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നേരം പുലർന്നതിന് ശേഷം അങ്ങനെ ശക്തമായിട്ടുള്ള മഴയില്ല. നേരിയ മഴ അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും മാറി നിൽക്കുന്ന ഒരു നിലയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഏതായാലും ചെറിയ തോതിൽ ഒരു തെളിച്ചമൊക്കെ ആയി വരുന്നുണ്ട് അന്തരീക്ഷത്തിൽ. പക്ഷേ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ ഉള്ളത്. അതായത് മഴ പെയ്യാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള ഖനന പ്രവർത്തികൾ അത് വ്യാഴാഴ്ച വരെ നിർത്തിവെക്കണമെന്നൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ വിനോദയാത്ര ഏരിയകൾ അത് പൂർണ്ണമായും അടച്ചിടണം. അവിടേക്ക് ആളുകൾ എത്തുന്നതും ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സർവീസുകളൊക്കെ നിർത്തിവെക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ നിലവിൽ മഴയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അത് കിഴക്കൻ മേഖലയിൽ നിന്ന്, കോതമംഗലം, മൂവാറ്റുപുഴ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം. രാത്രിയിൽ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും 9 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. കുന്നത്തുനാട്, കോതമംഗലം, മൂവാറ്റുപുഴ എന്നിങ്ങനെ 3 താലൂക്കുകളിലായിട്ട് 9 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 264 ആളുകൾ, 202 ആളുകൾ അവിടെ വിവിധ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവുമുണ്ട്. ഏതായാലും നിലവിൽ ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണ്. അത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മഴയുടെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണം. മുതിർന്ന ആളുകൾ, അത് കുട്ടികൾ വെള്ളത്തിലിറങ്ങുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം എന്നൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.